Hi everyone, this is Abin from eywkaa. iOS 8 റിലീസിന് ശേഷം കുറേയധികം ഫീച്ചേഴ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. കോൾ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ആപ്പിൾ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ഫീച്ചേഴ്സും വരുമ്പോഴും യൂസേഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും കൂടുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ബാറ്ററി ലൈഫ് അതനുസരിച്ച് കൺസപ്ഷൻ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ എൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാറ്ററി എങ്ങനെ iOS 18 നല്ല രീതിക്ക് റിസർവ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം അടിപൊളി ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻഡ് അവസാനം 3 ബോണസ് ടിപ്പുകളും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ബോണസ് ടിപ്പുകളും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലും ബാറ്ററി സേവ് ചെയ്യാൻ പോകുന്ന ടിപ്പുകൾ തന്നെയായിരിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിക്കോട്ടെ, എല്ലാം അറിയാൻ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് Abin Xavier. വെൽക്കം ബാക്ക് ടു eywkaa. ഒന്നാമത്തെ ടിപ്പാണ് അപ്ഡേറ്റ് യുവർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയി ഫോഴ്സ്ഫുള്ളി നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൽ ചില സമയത്ത് ബഗ് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് വാട്സാപ്പ് എന്നാണ് ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും വാട്ട്സ് ന്യൂ എന്ന ഓപ്ഷനിൽ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് ബഗ്സ് ആൻഡ് പെർഫോമൻസ് എന്ന ഓപ്ഷൻ കാണിക്കാറുണ്ട്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ, വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ബഗ്ഗുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാറ്ററി ജ്യൂസ് അത് കൺസ്യൂം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിൽ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് അവർ ലിസ്റ്റ് ചെയ്യാറ്. സോ എന്തായാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ബഗ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ബാറ്ററി കൺസപ്ഷൻ ചെയ്യും. സോ എന്തായാലും ആപ്ലിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ബാറ്ററി ചാർജിങ് ലിമിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ iPhone 15 ഓർ ലേറ്ററിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ നിലവിൽ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ 14 or 13 ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ബാറ്ററി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ചാർജിങ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 80, 85, 90, 95, 100 എന്നീ ചാർജിങ് ലിമിറ്റിൻ്റെ ആ ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത 90 ആണ്. കാരണം 90% പൊക്കത്തേക്ക് എൻ്റെ ഫോൺ ചാർജ് ആവാറില്ല. ഈ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി സൈക്കിൾ മാക്സിമം നമുക്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരെ ബാക്കിലേക്ക് പോവാം. ഇവിടെ ബാറ്ററി ഹെൽത്ത് സെലക്ട് ചെയ്യുമ്പോൾ ബാറ്ററി സൈക്കിൾ കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം 12 സൈക്കിളാണ് ഇവിടെ കടന്നിരിക്കുന്നത്. അതിന് ആ ഒരു ബാറ്ററി സൈക്കിൾ കൗണ്ട് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ബാറ്ററി ചാർജിങ് ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടിപ്പാണ് ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസിൽ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് തന്നെയായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് എവിടെയെന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സ് ആപ്പ് എടുക്കാം. അതിനുശേഷം ആക്സസിബിലിറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴത്ത് ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ടേണിംഗ് ഓഫ് ഓട്ടോ ബ്രൈറ്റ്നസ് മേ അഫക്റ്റ് ബാറ്ററി ലൈഫ്, എനർജി കൺസപ്ഷൻ ആൻഡ് ലോങ് ടേം ഡിസ്പ്ലേ പെർഫോമൻസ് എന്ന്. ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഔട്ട്ഡോറും ഇൻഡോറും ആംബിയൻസ് അനുസരിച്ച് ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട്ഡോർ പോകുമ്പോൾ ആ ഒരു ഔട്ട്ഡോർ നിൽക്കുന്ന സെഷൻ സമയത്ത് മാത്രം ഡിസ്പ്ലേ നല്ല പീക്ക് ബ്രൈറ്റ്നസ്സിലേക്കും നമ്മൾ ഇൻഡോറിലേക്ക് വരുമ്പോൾ ആ ഒരു ആംബിയൻസ് ലൈറ്റ് അനുസരിച്ച് ഡിം ആവുകയും ചെയ്യും. ആ ഒരു യൂസേജ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് ഫോൺ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഓൾട്ടർ ചെയ്തായിരിക്കും കൺസപ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ നാലാമത്തെ ടിപ്പാണ് ടേൺ ഓഫ് വൈഫൈ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എല്ലാ കൂട്ടുകാർക്കും വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ ഒരു വൈഫൈ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പൊതുവേ കണ്ടുവരുന്ന ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഈ ഒരു വൈഫൈ ബട്ടൺ ഓഫ് ചെയ്യും. പക്ഷേ അത് കറക്റ്റായിട്ട് ഓഫ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഹൈബർനേറ്റ് ആണ് ചെയ്യുന്നത്. 24 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചില നമ്മുടെ ലൊക്കേഷൻസ് അനുസരിച്ചോ ഈ ഒരു വൈഫൈ ഓൺ ആവും. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും അൺടിൽ ടുമാറോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നാളെ വരെയും ഈ ഒരു വൈഫൈ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിരിക്കും. ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം.
ഈ ഒരു വൈഫൈ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി ഓൺ ആണ്, പക്ഷേ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇതൊരു ഹൈബർനേറ്റ് മോഡിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വൈഫൈ ഓഫ് ആണ്, പക്ഷേ വൈഫൈ ആക്ച്വലി ഓഫ് അല്ല, അത് ഹൈബർനെറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ ഇതേപോലെ വൈഫൈ പോയി സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ വൈഫൈ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ 5ാമത്തെ ടിപ്പാണ് ടേൺ ഓഫ് ലോ പവർ മോഡ് എന്ന് പറയുന്നത്. കുറേ കൂട്ടുകാർക്കുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഇവിടെ തന്നെയാണ്. നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ ലോ പവർ മോഡ് ഓൾവേസ് ആയിട്ട് ഓൺ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ലോ പവർ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഫെച്ച് ചെയ്യില്ല, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ റിഫ്രഷ് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് നടക്കില്ല, കുറേയധികം വിഷ്വൽ എഫക്ട്സ് എല്ലാ കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യും ഈ പറഞ്ഞ ലോ പവർ മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായി വരേണ്ട ചില മെസ്സേജസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഇതിൽ കാണിക്കുക. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻസ് റൺ ആവില്ല, കുറേയധികം കാര്യങ്ങൾ ഈ ലോ പവർ മോഡ് ഓൺ ചെയ്യുമ്പോൾ കട്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡിവൈസിൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും ആക്സസ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു ലോ പവർ മോഡ് എപ്പോഴും ഓൺ ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ ലോ പവർ മോഡ് ഇട്ട് ചാർജ് ചെയ്യുന്ന കുറേയധികം കൂട്ടുകാരുടെ ശീലം ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ ലോ പവർ മോഡ് ഇട്ട് ചാർജ് ചെയ്യുന്നതും ഒരിക്കലും പാടില്ല. നമ്മുടെ 6ാമത്തെ ടിപ്പാണ് ടേൺ ഓഫ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ പ്രോ സീരീസിന് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് പോകാം. ഈ പറയുന്ന ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ ഈ ഒരു വാൾപേപ്പർ ഫുള്ളി ബ്ലാക്കും അതേപോലെ വാൾപേപ്പർ ഡിമ്മാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ വാൾപേപ്പർ ഫുൾ ടൈം ബ്ലാക്ക് എന്ന ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിടുക. കാരണം ഈ പറഞ്ഞ പ്രോ സീരീസ് ഡിസ്പ്ലേ ഡിവൈസുകൾക്ക് ഈ എല്ലാ പിക്സൽസും ഓഫ് ആയിരിക്കും. ബ്ലാക്കിലേക്കാണ് ഇടുന്നതെങ്കിൽ ആ എല്ലാ പിക്സൽസും ഓഫ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും വാൾപേപ്പർ ബ്ലാക്ക് എന്ന ഓപ്ഷനിൽ ഇടാൻ തന്നെ ശ്രമിക്കുക. നമ്മുടെ 7ാമത്തെ ടിപ്പാണ് ടേൺ ഓഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷനും നമ്മുടെ പ്രോ സീരീസിന് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം എല്ലാ ഫീച്ചേഴ്സിനും നമുക്ക് ഈ ഒരു 120 ഹെഡ്സ് ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സഫാറിൽ ബ്രൗസ് ചെയ്യാണ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിലേക്ക് പോയി. എവിക്ക വെബ്സൈറ്റിൽ എനിക്ക് കുറേയധികം സ്ക്രോൾ ചെയ്യാനോ കാര്യങ്ങളോ ഇതേപോലെ സ്ക്രോളിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് 120 ഹെഡ്സിൻ്റെ ആ റിഫ്രഷ് റേറ്റ് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നിലും നിങ്ങൾക്ക് 120 ഹെഡ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ വരില്ല. അതേപോലെ നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു 120 ഹെഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് 120 ഹെഡ്സ് ഓഫ് ചെയ്യുകയാണെങ്കിലും ബാറ്ററി പെർഫോമൻസ് നല്ല രീതിക്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനോ സാധിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പാണ് ലൊക്കേഷൻസ് ആൻഡ് വിജറ്റ്സ് എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ സർവീസ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് ഈ പറഞ്ഞ ലൊക്കേഷൻസ് ആക്സസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓരോ ആപ്ലിക്കേഷൻസും നെവർ അല്ലെങ്കിൽ വൈൽ യൂസിങ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രിസൈസ് ലൊക്കേഷനൊക്കെ നമുക്ക് ആപ്പ് സ്റ്റോറിന് ഒരിക്കലും ആവശ്യം വരാറില്ല. അതുകൊണ്ട് തന്നെ അത് ഓഫ് ചെയ്തിടുക. ആൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈൻ മൈയോ അതേപോലെ ട്രാക്കിംഗ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസോ ഒബ്ജക്ട്സോ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റായിട്ട് ഓപ്ഷൻസിൽ ആഡ് ചെയ്തിടുക. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ബാക്കി എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതേപോലെ വൈൽ യൂസിങ് അല്ലെങ്കിൽ ഇതേപോലെ നെവർ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടാം. ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വൈൽ യൂസിങ്ങിൻ്റെ ആപ്പ് മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വൈൽ യൂസിങ് ആണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ലൊക്കേഷൻ ട്രാക്കിംഗ് പോകും. അല്ലെങ്കിൽ ഓൾവേസ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി ജ്യൂസ് നല്ല രീതിക്ക് ഈ ഒരു ഓപ്ഷൻ കൺസപ്ഷൻ ചെയ്യും. നമ്മുടെ 9ാമത്തെ ടിപ്പാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ കീബോർഡ് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ സൗണ്ട് ഹാപ്റ്റിക്സ് എന്ന 2 ഓപ്ഷൻസാണ് ലഭിക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലിക്കിനും ഒരു ക്ലിക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ക്ലിക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഹാപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓരോ ലെറ്ററിനും ഓരോ ആൽഫബറ്റിനും
ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാപ്റ്റിക് മോട്ടർ വർക്കാവും. ഈ ഒരു ഹാപ്റ്റിക് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പവർ കൊടുക്കണം. ഓരോ ക്ലിക്കിനും നമ്മൾ ഡെയിലി കുറേയധികം മെസ്സേജ് അയക്കുന്നവരാണ്. ഈ ഓരോ മെസ്സേജിനും ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ഹാപ്റ്റിക് മോട്ടർ വർക്കാവും. ആ ഹാപ്റ്റിക് മോട്ടർ അത്യാവശ്യം ഒരു ദിവസം എത്ര ചാർജ് വലിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരുടെ മെസ്സേജിങ്ങും അതേപോലെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ടൈപ്പിങ്ങും അനുസരിച്ച് ബാറ്ററി ചാർജും നല്ല രീതിക്ക് കൺസ്യൂം ചെയ്യും. നമ്മുടെ 10ാമത്തെ ടിപ്പാണ് ഓഫ്ലൈൻ മാപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആപ്പിൾ മാപ്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിലോ ഓഫ്ലൈൻ ആയിട്ട് കുറേയധികം ലൊക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആപ്പിൾ മാപ്പിൽ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ നേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ചില സെലക്റ്റഡ് കൺട്രീസ് മാത്രമാണ് ഇപ്പോൾ ആപ്പിൾ മാപ്സിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിലാണെങ്കിൽ എല്ലാ നേഷൻസും കൺട്രീസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ആയിട്ടോ ഇൻ്റർനാഷണൽ ആയിട്ടോ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് നേരവും മാപ്സ് എടുത്ത് ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാതെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇൻ്റർനാഷണലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിലോ ട്രാവൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിപ്പ് അവർക്ക് എന്തായാലും ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയായിരിക്കും. നമ്മുടെ 11ാമത്തെ ടിപ്പാണ് ഡോണ്ട് ക്ലോസ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ്. യെസ്, ഈ ഒരു ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ആണ് എൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഫോൺ സ്ലോ ആകുമോ? ഇല്ല. കാരണം ഐഫോണിൻ്റെ ആ ഒരു മെയ്ഡ് ഈ പറയുന്ന ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് റാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത വട്ടം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രയലിനായിട്ട് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ആപ്പ് സ്റ്റോർ എടുക്കുമ്പോൾ ഫുൾ ആപ്ലിക്കേഷൻ ലോഡ് ആവാൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റാം യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഓപ്ഷൻ റാം കട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ബാറ്ററി കൂടുതൽ കൺസപ്ഷൻ ചെയ്യാതിരിക്കാനാണ് ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻസിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഐഫോണിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഒരു ഡിവൈസിലും ഈവൻ ആൻഡ്രോയിഡ് ഫോണുകളിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇങ്ങനെ വെച്ചാൽ നല്ല രീതിക്ക് ബാറ്ററി കൺസപ്ഷൻ ചെയ്യുകയും ചെയ്യും, അതേപോലെ റാമും കൺസ്യൂം ചെയ്യും. പക്ഷേ ഐഫോണിൽ നമുക്ക് ആ ഒരു പേടി വേണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ വെച്ചാലും നമ്മുടെ ഡിവൈസ് സ്ലോ ആകുകയോ അതേപോലെ തന്നെ ഏതു നേരവും ബാറ്ററി യൂസ് കൺസപ്ഷൻ ചെയ്യുന്ന ആ ഒരു മിത്ത് ഐഫോണിൽ നമുക്ക് ഒട്ടും പോസിബിൾ അല്ല. ഇനി ഈ ഒരു വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് 3 ബോണസ് ടിപ്പുകൾ പറഞ്ഞു തരുമെന്ന്. അതിൽ ഒന്നാമതാണ് ഡോണ്ട് യൂസ് മെറ്റൽ കേസ്. യെസ്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം കേസ് ഇടാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുമ്പോഴും അല്ലാതെ ഞാൻ യൂസ് ചെയ്യുമ്പോഴും കേസ് ഇടാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒരു സ്കിന്ന് മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത്, ഒരു ട്രാൻസ്പെറൻറ്റ് സ്കിന്ന്. ഈ ഒരു സ്കിന്ന് നിങ്ങളുടെ ഫോണിന് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് DM ചെയ്താൽ മതി. ഈ ഒരു സ്കിന്നിൻ്റെ ഓപ്ഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സർട്ടൻ കേസുകൾ നമ്മൾ ഇടുകയാണെങ്കിൽ എസ്പെഷ്യലി മെറ്റൽ കേസ് അതേപോലെ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കേസ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് യെല്ലോ ആവാനും അതേപോലെ തന്നെ ഈ പറയുന്ന മെറ്റൽ ചൂട് ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് കേസ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യെല്ലോ ആവുന്നതെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ ഡിവൈസ് ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു ബാറ്ററി ചാർജ് അല്ലെങ്കിൽ ആ ബാറ്ററി ചൂടാകുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഹീറ്റാണ് ഈ പറഞ്ഞ കേസ് യെല്ലോ ആക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. സോ അതേപോലെ നിങ്ങൾ മെറ്റൽ കേസിലാണെങ്കിൽ ഈ പുറത്തേക്ക് പോകേണ്ട ചൂട് ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരികയും ബാറ്ററി ഹെൽത്ത് നല്ല രീതിക്ക് കുറയ്ക്കാനും അത് കാരണമാവും. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഡോണ്ട് യൂസ് സർട്ടൻ കേസ്. അതിൽ ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റലും രണ്ടാമത്തെ ട്രാൻസ്പെറൻറ്റുമാണ്. നമ്മുടെ രണ്ടാമത്തെ ബോണസ് ടിപ്പാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഔട്ട്ഡോറിലാണ് ഈ പറഞ്ഞ ഫോൺ കുത്തിയിടുന്നത്, ഏതെങ്കിലും സാഹചര്യത്തിൽ നല്ലൊരു ചൂടുള്ള ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ആംബിയൻസിലാണ് ഫോൺ കുത്തിയിടുന്നതെങ്കിൽ ഫോൺ നല്ല രീതിക്ക് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഡിവൈസിൽ ഈ പറഞ്ഞ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി നല്ല രീതിക്ക് ചൂടാവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ മൂന്നാമത്തെ ബോണസ് ടിപ്പാണ് യൂസ് ഒറിജിനൽ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. കാരണം ബ്രിക്ക് നമുക്കിപ്പോൾ PD അതായത് പവർ ഡെലിവറിയോ അല്ലെങ്കിൽ കുറച്ച് വാട്ട്സ് കൂടിയ ചാർജേഴ്സ് അവൈലബിൾ ആണ്. ആ ഒരു ചാർജിങ് ബ്രിക്ക് നമുക്ക് നല്ല കമ്പനിയുടെ വാങ്ങിച്ചാലും എപ്പോഴും ഈ ഒരു വയർ യൂസ് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ തന്നെ വയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ഫോണിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള ആംപിയറും വോൾട്ടും എല്ലാം കറക്റ്റായിട്ട് ക്യാരി ചെയ്യുന്നത് ഈ ഒരു വയറാണ്. സോ ഈ ഒരു വയർ നമ്മൾ ലോക്കലായിട്ട് വാങ്ങിക്കുകയോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ
ആൻഡ് തേർഡ് പാർട്ടി കമ്പനികളുടെ യൂസ് ചെയ്യണമെങ്കിലോ ബാറ്ററിയിലേക്ക് ചാർജ് നല്ല സ്ലോ ആയിട്ടായിരിക്കും കയറുക. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ കുറേ നേരം എടുത്തായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കുറേ നേരം ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മുടെ ബാറ്ററിക്കും അത്യാവശ്യം നല്ല രീതിക്ക് ലൈഫ് സ്പാൻ കുറയ്ക്കാനും കാരണമാകും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്യരുത്, ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ടു പേഴ്സൺ. നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് ഈ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഇത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. പക്ഷേ എൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഈ വീഡിയോ കൂടെ നോക്കുന്നത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും അതേപോലെ വേണ്ടാത്തതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ കുറേയും ഓപ്ഷൻസ് ഇപ്പം iOS 8-ലുണ്ട്. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആവും എന്നുള്ള മെയിൻ മോട്ടീവ് മാത്രമാണ് ഞാനിതിലൂടെ കൺവേ ചെയ്യുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. പക്ഷേ ഇത് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കാനിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻ്റ് ആയിട്ട് ഇടണം. എന്നാൽ മാത്രമാണ് കുറേയധികം കൂട്ടുകാർക്ക് ഇത് ഫീൽ ചെയ്യുകയും അതേപോലെ മനസ്സിലാക്കുകയും ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റിയെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കുറേയധികം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങളായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abin Xavier signing from eywkaa.